ദൈവത്തിൻ്റെ ത്രിയേക നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വായനാഭാഗം ലേവ്യ പുസ്തകം 13 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ലേവ്യ പുസ്തകം 15-ാം അധ്യായം 31-ാം വാക്യം. ഇസ്രായേൽ മക്കളുടെ നടുവിലുള്ള എൻ്റെ നിവാസം അവർ അശുദ്ധമാക്കിയിട്ട് തങ്ങളുടെ അശുദ്ധികളിൽ മരിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ അവരുടെ അശുദ്ധിയെക്കുറിച്ച് അവരെ ഇങ്ങനെ പ്രബോധിപ്പിക്കണം. ലേവ്യ പുസ്തകത്തിൻ്റെ അന്തസത്ത ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ അടിസ്ഥാനപ്പെട്ടതാണ്. നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് പറയുന്നു. അശുദ്ധി നിറഞ്ഞതായ ലോകത്തിൽ വിശുദ്ധവും അശുദ്ധവും തമ്മിലും വെടിപ്പുള്ളതും കളങ്കമുള്ളതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുവാൻ ലേവ്യ പുസ്തകം നമ്മെ വളരെയധികം സഹായിക്കുന്നു. ഇന്നത്തെ വായനാഭാഗത്തും ദൈവത്തിൻ്റെ വിശുദ്ധതയിലേക്കുള്ള വിളി എന്ന ആശയമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ശാരീരികമായ ശുദ്ധി മാത്രമല്ല, അതിലൂടെ ദൈവം തൻ്റെ ജനത്തെ ആത്മീയ വിശുദ്ധിയിലേക്കും നയിക്കുന്നു എന്ന് ഇന്നത്തെ വായന ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഈ ഭാഗത്ത് നിന്നും 2 ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, അശുദ്ധി അവസാനമല്ല, ശുദ്ധീകരണത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. ചർമ്മരോഗങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ് ഇവിടെ കാണുന്നത്. മനുഷ്യർക്കും മൃഗങ്ങൾക്കും കൂടാതെ വസ്ത്രം, തോൽ, വീട് മുതലായ വസ്തുക്കൾക്കും ഇപ്രകാരമുണ്ടാകുന്ന അശുദ്ധി ബാധകമാണ് എന്ന് ഇവിടെ പറയുന്നു. എന്നാൽ രോഗനിർണയം നടത്താനുള്ള ഉത്തരവാദിത്വം പുരോഹിതന്മാർക്കാണ് പൂർണ്ണമായും കൊടുത്തിട്ടുള്ളത്. രോഗം കണ്ടുപിടിക്കുന്നതിനും സൗഖ്യമാകുമ്പോൾ ശുദ്ധനായി എന്ന് പ്രഖ്യാപിക്കുകയും തുടർന്നുള്ള ശുദ്ധീകരണ പ്രക്രിയ നിർദ്ദേശിക്കുന്നതിലും പുരോഹിതൻ പ്രധാനമായ പങ്ക് വഹിക്കുന്നു. രോഗിയെയും സമൂഹത്തെയും അശുദ്ധിയിൽ നിന്നും സംരക്ഷിക്കുകയാണ് ഇവിടെ പുരോഹിതൻ ചെയ്യുന്നത്. അതിനാൽ അശുദ്ധി എന്നത് ഒരു അവസാനമല്ല, അതിൽ നിന്നും ശുദ്ധീകരണത്തിലേക്ക് വരുവാനായിട്ട് ദൈവം ഒരു അവസരം നൽകുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലാണ് പാപവും നമ്മുടെ ജീവിതത്തിലേക്ക് പടരുന്നത്. ആദ്യം നമുക്കത് ചെറുതായി തോന്നാം, എന്നാൽ അത് നിയന്ത്രിക്കാതെ പോയാൽ ജീവിതത്തെ മുഴുവനും അത് ബാധിക്കും. ഇപ്രകാരം പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും അനുഭവത്തിൽ നിന്നും പൂർണ്ണ ശുദ്ധീകരണം പ്രാപിക്കേണ്ടത് വിശ്വാസ ജനത്തിൻ്റെ ആവശ്യകതയാണ്. രണ്ടാമതായിട്ട്, പൂർണ്ണ ശുദ്ധീകരണം ക്രിസ്തുവിലൂടെ മാത്രം ലഭിക്കുന്ന ഒന്നാണ്. പാപം മനുഷ്യനെ അശുദ്ധനാക്കുന്നതിനാൽ ശുദ്ധീകരണത്തിനുള്ള വഴി ദൈവം തന്നെയാണ്. ഇസ്രായേല്യർ ശുദ്ധീകരണത്തിനായി യാഗങ്ങൾ അർപ്പിച്ചിരുന്നു എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ പുതിയ നിയമ ചിന്തകളിലേക്ക് വരുമ്പോൾ ശുദ്ധീകരണം വരുത്തുന്നത് ഒരാൾ മാത്രം, അത് ക്രിസ്തുവാണ്. 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന്. എന്നാൽ പാപം ഇല്ല എന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ നാം നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞാൽ കർത്താവ് നമ്മെ ശുദ്ധീകരിക്കും. ഇപ്രകാരം ദൈവം ശുദ്ധീകരിക്കുന്നത് മനുഷ്യൻ്റെ ശരീരത്തെ മാത്രമല്ല, ആത്മാവിനെയും അവൻ ശുദ്ധീകരിക്കുന്നു. അതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഒരുവൻ്റെ ജീവിതത്തിലെ സമസ്ത മേഖലകളും ദൈവത്തിന് പ്രധാനമുള്ളതാണ് എന്നാണ്. അതിനാൽ ശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിനായി വിശുദ്ധതയിലേക്ക് നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, എൻ്റെ ജീവിതത്തിലെ എല്ലാ അശുദ്ധികളും നീക്കം ചെയ്ത് അവിടുത്തെ വിശുദ്ധതയിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഏവരെയും ഇടയാക്കണമേ. ആമേൻ.